നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഇതിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് വലിയ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ മൂടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്മൂത്തി തയ്യാറാക്കി കഴിച്ചിട്ട് നമുക്ക് ജോലിക്കൊക്കെ പോകാവുന്നതാണ്. അതുപോലെ വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്മൂത്തിയാണിത്. ഈ സ്മൂത്തി തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് ഇങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഈ ഹെൽത്തി സ്മൂത്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആപ്പിൾ വേണം. ഇത് ഒരു ആപ്പിള് കുരുവെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് മിക്സിയുടെ ബൗളിലേക്ക് ചേർക്കാം. അതുപോലെ ഇത് 1/4 കപ്പ് ഓട്സ് ആണ്, റോൾഡ് ഓട്സ് ആണിത്. അതാണ് കുറച്ചുകൂടി ഹെൽത്തി. അതുപോലെ ഇഞ്ചി ശരിക്കും മെറ്റബോളിക് റേറ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം മെറ്റബോളിസം ഒക്കെ നല്ലതായിട്ട് നടക്കുമ്പോൾ നമുക്ക് വണ്ണം കുറയാനായിട്ട് എളുപ്പമുണ്ട്. അതുപോലെ ഇത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്കറിയാം ഭയങ്കര ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, ഭയങ്കര ഹെൽത്തിയാണ്. നല്ല മഞ്ഞൾപ്പൊടി കഴിക്കുന്നത് ഒത്തിരി ഗുണങ്ങളുണ്ടല്ലോ മഞ്ഞൾപ്പൊടിക്ക്, നമുക്കറിയാം. അപ്പം ഞാനിതിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊരു ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്. നാരങ്ങാനീര്, ഒരു നാരങ്ങയുടെ നാരങ്ങാനീരാണിത്, ഇതും ചേർത്തു. ഒരു നുള്ളു മതി ഉപ്പ്. നമ്മൾ യൂഷ്വലി സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്രോസൺ റോബസ്റ്റ പഴം വെച്ചിട്ടൊക്കെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫ്രോസൺ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിന് പകരം കുറച്ച് ഐസ് ക്യൂബ്സ് ചേർക്കുവാണ്. പിന്നെ ഇത് റോബസ്റ്റ പഴമാണ്. ഇതും ചെറുതായിട്ട് മുറിച്ചിടുക, ചെറുതായിട്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ചിടുക ഇതിലേക്ക്. ഇത് കുറച്ച് വെള്ളവും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് അരച്ചു. നമുക്ക് നല്ല തിക്കായിട്ടുള്ള സ്മൂത്തി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നാരങ്ങാനീരൊക്കെ ചേർത്തുകൊണ്ട് നേരിയൊരു പുളിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. നേരിയൊരു ആപ്പിളിൻ്റെയും പഴത്തിൻ്റെയൊക്കെ നേരിയൊരു മധുരവും ഉണ്ട്. അപ്പം ഓട്സൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മഞ്ഞൾ ചേർത്തതുകൊണ്ടാണ്. പക്ഷെ മഞ്ഞളൊന്നും ചേർത്തത് മഞ്ഞളിൻ്റെ ഒന്നും ടേസ്റ്റും അതുപോലെ ഇഞ്ചിയുടെ ടേസ്റ്റും ഒന്നും അധികം അറിയാനില്ല. പക്ഷെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പകരം എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം.